ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്യാമവർണ്ണൻ കഥ കേൾക്കാം. ശ്യാമവർണ്ണൻ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. ശ്യാമവർണ്ണൻ എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ദേവദത്ത് പട്നായിക്, മലയാളത്തിലുള്ള വിവർത്തനം ശ്രീലത എസ്, ഓഡിയോ കൃഷ്ണകുമാരി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഹരേ കൃഷ്ണ. പുസ്തകം 12. ഗൃഹസ്ഥൻ. വ്യാസൻ ശുകനോട് പറഞ്ഞു, ശ്യാമിൻ്റെ വീട്ടിൽ എല്ലാവരും സ്വാഗതം ചെയ്യപ്പെട്ടിരുന്നു. ചില അതിഥികൾക്ക് സഹായം ചോദിക്കുന്നതിന് വല്ലാത്ത ലജ്ജയുണ്ടായിരുന്നു. മറ്റുള്ളവരാകട്ടെ ഉദാരമതിത്വം തിരികെ നൽകുന്നതിന് മടിയുള്ള കപടത നിറഞ്ഞവരും. നൽകൽ വിവേകത്തിൻ്റെ സൂചകങ്ങളാകുന്നത് എങ്ങനെയാണെന്ന് ഈ കഥകൾ നിനക്ക് കാണിച്ചു തരട്ടെ. സുധാമാവ്. ഈ ഭാഗം കേൾക്കാം. ഒരു ദിവസം ദ്വാരാവതിയിലെ കവാടം കാവൽക്കാർ ശ്യാമിന് ഒരു സന്ദേശവും കൊണ്ടുവന്നു. കവാടത്തിൽ അങ്ങയുടെ ബാല്യകാല സുഹൃത്താണെന്ന് അവകാശപ്പെടുന്ന ഒരു യാചകൻ വന്നിട്ടുണ്ട്. അയാളുടെ പേര് സുധാമാവ് എന്നാണ്. ശ്യാം സകല ജോലിയും നിർത്തി സുധാമാവിനെ എതിരേൽക്കാനായി കവാടത്തിലേക്ക് ഓടിച്ചെന്നു. അവൻ യഥാർത്ഥത്തിൽ എൻ്റെ സുഹൃത്താണ്. ഞാൻ സാന്ദീപനിയുടെ ആശ്രമത്തിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ ദ്വാരാവതിയിലേക്ക് മാറുന്നതിന് വളരെ കാലം മുൻപ് സവിശേഷ അതിഥിയെ സ്വീകരിക്കുന്നതിനായി തയ്യാറെടുപ്പുകൾ നടത്തുവാൻ ആരംഭിച്ച തൻ്റെ പത്നിമാരോട് ശ്യാം പറഞ്ഞു. ശ്യാം സുധാമാവിന് ആഹാരവും അതീവ പരിഗണനയും ധാരാളമായി നൽകി. ഇതിൽ പരവശനായിപ്പോയ സുധാമാവ് വളരെ വിരളമായേ സംസാരിച്ചുള്ളൂ. നീ എനിക്ക് സമ്മാനമൊന്നും കൊണ്ടുവന്നില്ലേ? ശ്യാം തൻ്റെ ബാല്യകാല സുഹൃത്തിനോട് ചോദിച്ചു. ലജ്ജയോടെ സുധാമാവ് ചങ്ങാതിക്ക് അവലിൻ്റെ ഒരു പൊതി നൽകി. ശ്യാം അത് ആഹ്ലാദത്തോടെ കഴിച്ചു. അതിൽ ലേശം ഞങ്ങൾക്കും വെച്ചേക്കണേ, സത്യഭാമ എല്ലാ രാജ്ഞിമാർക്കും വേണ്ടി പറഞ്ഞു. പത്നിമാർ പരസ്പരം നോട്ടം കൈമാറുന്നത് സുധാമാവ് കണ്ടു. ഇത് ഈ വീട്ടിലെ എന്തുതരം ഗൂഢാർത്ഥമായിരിക്കുമെന്ന് സുധാമാവ് സന്ദേഹത്തോടെ ആലോചിച്ചു. അവസാനം സുധാമാവ് വിട പറഞ്ഞപ്പോൾ അയാൾ സന്തുഷ്ടനായിരുന്നു, പക്ഷേ ചില തരത്തിൽ അസംതൃപ്തനും. തൻ്റെ ഉദ്യമത്തിൽ അയാൾ പരാജയപ്പെട്ടിരിക്കുന്നു. ശ്യാം പകര സമ്മാനമൊന്നും തന്നിരുന്നില്ല. ചിലപ്പോൾ താൻ ഒന്നും അങ്ങോട്ട് ചോദിക്കാതിരുന്നതുകൊണ്ടായിരിക്കാം. അയാൾ യുക്തിപരമായി ചിന്തിച്ചു. അയാൾ ഇത്ര ദൂരം താണ്ടി ദ്വാരാവതിയിൽ എത്തിയത് കുറച്ച് സമ്പത്ത് ആഗ്രഹിച്ചായിരുന്നു. കാരണം അയാൾ വളരെ ദരിദ്രനായിരുന്നു. ജീവിതം അയാളോട് വളരെ നീതിരഹിതമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. തൻ്റെ ധനികനും വിജയം വരിച്ചവനുമായ സുഹൃത്തിന് തന്നെ സഹായിക്കുവാൻ കഴിയുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കുന്നതിന് അയാൾ തീരെ ലജ്ജിതനായിരുന്നു. പക്ഷെ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ തൻ്റെ കുടിൽ കൊട്ടാരമായി മാറിയിരിക്കുന്നുവെന്നും തൻ്റെ കുട്ടികൾ വളരെ വിലപിടിച്ച പരിഷ്കൃത വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്നുവെന്നും കണ്ട സുധാമാവ് അതിശയിച്ചുപോയി. അവിടെ പശുക്കളും കുതിരകളും ആനകളും കൊട്ടിലിൽ ഉണ്ടായിരുന്നു. അടുക്കളയിൽ പച്ചക്കറികളും പഴങ്ങളും ധാന്യങ്ങളും നിറഞ്ഞിരുന്നു. ഇതെല്ലാം ശ്യാമിൻ്റെ സമ്മാനങ്ങളാണ്. സുധാമാവിൻ്റെ പത്നി അയാളോട് പറഞ്ഞു. താൻ തൻ്റെ സുഹൃത്തിനോട് സഹായം ആവശ്യപ്പെടേണ്ട കാര്യമില്ലെന്ന് സുധാമാവ് തിരിച്ചറിഞ്ഞു. ഒരു യഥാർത്ഥ സുഹൃത്തിന് ഒരു സുഹൃത്തിൻ്റെ ആവശ്യങ്ങൾ സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കും. സത്യഭാമയുടെ നിഗൂഢാർത്ഥപരമായ അഭിപ്രായത്തിൻ്റെയും കൃഷ്ണനും തൻ്റെ പത്നിമാരുമായും പരസ്പരം കൈമാറിയ നോട്ടങ്ങളുടെയും അർത്ഥവും അയാൾക്ക് മനസ്സിലായി. ശ്യാം തൻ്റെ സ്വത്തുക്കൾ മുഴുവനും അയാൾക്ക് കൊടുത്തു തീർക്കുമോ എന്ന് അവർ ഭയപ്പെട്ടു. കാരണം അയാൾക്ക് ഒന്നിനോടും താല്പര്യമുണ്ടായിരുന്നില്ലല്ലോ. ശ്യാമിന് സ്വന്തം കുടുംബത്തിനോടും പത്നിമാരോടും സന്താനങ്ങളോടും കൂടി കടമകളുണ്ട്. അയാൾ അവർക്ക് വേണ്ടിയും കരുതേണ്ടതുണ്ടെന്ന് അവർ ശ്യാമിനെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഒരു നല്ല ഗൃഹസ്ഥൻ
തൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ആവശ്യങ്ങൾ ഉള്ള അപരിചിതരെ പോലും സ്വയം അറിഞ്ഞു പരിപാലിക്കേണ്ടതുണ്ട്. സുദാമാവും കൃഷ്ണനും സാന്ദീപനിയുടെ ശിഷ്യന്മാർ ആയിരുന്നു. ഒരു കുട്ടിയായിരിക്കുന്ന കാലത്ത് സുദാമാവ് തനിക്ക് കിട്ടിയ പഴം എങ്ങനെയാണ് ശ്യാമുമായി പങ്കുവെക്കാതിരിക്കുന്നതെന്നും അതുമൂലം പിൽക്കാല ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുവാൻ ഇടയായതെന്നതും സംബന്ധിച്ച് ചില കഥകൾ ഉണ്ട്. ഈ കഥകൾ സോഷ്യൽ എഞ്ചിനീയർമാർ ആളുകളിൽ നല്ല പെരുമാറ്റം വളർത്തുന്നതിനു വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സാരോപദേശ കഥകളാണ്. കൃഷ്ണൻ ദ്വാരകയുടെ അധിപതിയായി എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള പശുപാലകരുടെ വികാരങ്ങൾ നാമദേവൻ്റെ മറാത്തി ഭക്തി കാവ്യങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്. അയാളുടെ പുതിയ പദവിയുടെ അന്തസ്സ് അവർ ഭയപ്പെടുന്നു. ഒരു കാലത്ത് തങ്ങളുടെയൊപ്പം കാടുകളിൽ കളികളിലേർപ്പെട്ട് വിനോദിച്ചിരുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ തങ്ങൾ കുമ്പിടേണ്ടതായി വന്നിരിക്കുന്നു. ഞങ്ങൾ പരസ്പരം പിന്നിൽ ആസനത്തിൽ തല്ലിയിട്ടുണ്ട്, അവർ പറയുന്നു. പിന്നെ ഇനി നമുക്ക് അയാളുടെ മുൻപിൽ കൂപ്പുകൈകളോടെ നിൽക്കാം, അയാളുടെ കാലിൽ വീഴാം. ഞങ്ങൾ കാട്ടിലുള്ള കൃഷ്ണനെയാണോ അതോ നഗരവാസിയായ കൃഷ്ണനെയാണോ ധ്യാനിക്കേണ്ടത് എന്ന് ചോദിക്കാം എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. ഭാഗവത പുരാവൃത്തത്തിലെ ഒരു പ്രധാന ഭാഗമായ സുദാമാവിൻ്റെയും കൃഷ്ണൻ്റെയും കഥ മഹാഭാരതത്തിലെ ദ്രോണൻ്റെയും ദ്രുപദൻ്റെയും കഥയുടെ പ്രതിലോമമാണ്. രണ്ട് കഥകളിലും ഒരു ദരിദ്രൻ സുദാമാവ് ദ്രോണൻ ഉണ്ട്. ഒരു ധനികനായ ജീവിതത്തിൽ വിജയം കൈവരിച്ച സുഹൃത്തിൻ്റെ കൃഷ്ണൻ ദ്രുപദൻ സഹായം ഇരുവരും തേടുന്നുമുണ്ട്. പക്ഷെ കൃഷ്ണൻ തെറ്റിനോട് ഉദാരമതിയാകുമ്പോൾ സൗഹൃദം തുല്യരുടെ ഇടയിൽ മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞ് ദ്രുപദൻ ദ്രോണനെ അപമാനിക്കുന്നു. കുപിതനായ ദ്രോണൻ യുദ്ധം എന്ന കല അഭ്യസിക്കുന്നു. കുരുവംശ രാജകുമാരന്മാരെ യോദ്ധാക്കളാകുവാൻ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. തൻ്റെ അധ്യയന വേതനം ഗുരുദക്ഷിണ എന്ന നിലയ്ക്ക് ദ്രുപദൻ്റെ തുല്യൻ ആകുന്നതിനു വേണ്ടി ദ്രുപദ രാജ്യത്തിൻ്റെ പകുതി അവർ തനിക്ക് വേണ്ടി നേടിത്തരണമെന്ന് അവരോട് അധികാരപൂർവം ആജ്ഞാപിക്കുന്നു. നാണം കെട്ടുപോയ ദ്രുപദന് ദൈവങ്ങളിൽ നിന്ന് 2 സന്താനങ്ങളെ ലഭിക്കുന്നു. ഒരാൺകുട്ടി ദൃഷ്ടദ്യുമ്നൻ, അയാളാണ് ദ്രോണനെ വധിക്കുവാൻ പോകുന്നത്. പിന്നെ ഒരു പെൺകുട്ടി ദ്രൗപദി, ഗുരു കുടുംബത്തെയും അവരുടെ സ്വത്തുക്കളെയും വിഭജിക്കുവാൻ പിറന്നവൾ. സുദാമാവിനോടുള്ള കൃഷ്ണൻ്റെ പെരുമാറ്റം സ്നേഹത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നു. ദ്രോണനോടുള്ള ദ്രുപദൻ്റെ പെരുമാറ്റമാകട്ടെ വെറുപ്പിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നു. അടുത്ത ഭാഗം, നരകൻ അമരാവതി ആക്രമിക്കുന്നു. സുദാമാവ് പോയ ഉടനെ തന്നെ ഇന്ദ്രൻ ആഗതനായി. ദൈവങ്ങളുടെ രാജാവിനെ ശ്യാമും അയാളുടെ പത്നിമാരും ചേർന്ന് അതേ സ്നേഹത്തോടെയും ഉദാരതയോടെയും തന്നെ സത്കരിച്ചു. പക്ഷേ ഇന്ദ്രൻ സുദാമാവ് ആയിരുന്നില്ലല്ലോ. സഹായം അഭ്യർത്ഥിക്കുന്നതിന് അയാൾക്ക് നാണക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. അസുര രാജാവായ നരകൻ അയാളുടെ രാജ്യം ബലപ്രയോഗത്താൽ കീഴടക്കിയിരിക്കുന്നു. ഈ കയ്യേറ്റക്കാരനെ അവിടെ നിന്ന് തിരുത്തി ഓടിക്കുന്നതിന് അയാൾക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമുണ്ട്. അയാൾ എൻ്റെ സിംഹാസനം, എൻ്റെ ആന, എൻ്റെ അലങ്കാരക്കുട, എന്തിനേറെ എൻ്റെ മാതാവിൻ്റെ ആഭരണങ്ങൾ പോലും അവകാശപ്പെട്ടു. ഞാൻ ബ്രഹ്മാവിനോട് പരാതി ബോധിപ്പിച്ചു. ബ്രഹ്മാവ് എന്നെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അതുകൊണ്ട് ഞാൻ വൈകുണ്ഠത്തിൽ പോയി. പക്ഷെ ഭൂമിയിൽ നിന്റെ സഹായം തേടുവാൻ എന്നോട് പറഞ്ഞു. ഞാൻ വൃന്ദാവനത്തിൽ പോയി, പക്ഷെ നീ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ മധുരയിൽ പോയി, പക്ഷെ നീ അവിടെയും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഞാൻ ഇവിടെ സമുദ്രത്തിൻ്റെ നടുക്കായി നിന്നെ കാണുന്നു. എന്നെ സഹായിച്ചാലും. ശ്യാം, എന്നെ രക്ഷിക്കണം. ഒരിക്കൽ എൻ്റെ ഉഗ്രമായ മഴയിൽ നിന്ന് നീ പശുപാലകരെ രക്ഷിച്ചില്ലേ? അതേപോലെ ഇന്ദ്രൻ പറഞ്ഞു. തന്നെ കൊണ്ട് കഴിയാവുന്നത് ചെയ്യാമെന്ന് ശ്യാം വാഗ്ദാനം നൽകി. അയാൾ തൻ്റെ ആയുധങ്ങളായ കൗമോദകി എന്ന ഗദ, ശാരംഗമെന്ന വില്ല്, പാഞ്ചജന്യമെന്ന ശംഖ്, നന്ദകനെന്ന വാൾ എന്നിവ സ്വരുക്കൂട്ടി.
കോട്ട കെട്ടി സുരക്ഷിതമാക്കിയ നരകൻ്റെ രാജ്യമായ പ്രാഗ് ജ്യോതിഷത്തിലേക്ക് തന്നെ വഹിച്ചു കൊണ്ടുപോകുവാനായി പക്ഷികളുടെ രാജാവായ ഗരുഡനെ വിളിപ്പിച്ചു. അങ്ങനെ സ്വയം യുദ്ധത്തിന് സന്നദ്ധനായി. ഞാനും കൂടി അങ്ങയ്ക്കൊപ്പം വരാം, സത്യഭാമ പറഞ്ഞു. അവർ മേഘങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവസാനം ഉയരമുള്ള കോട്ടകളും രാക്ഷസരൂപികൾ വിഹരിക്കുന്ന വീതിയേറിയ കിടങ്ങുകളുമുള്ള സുരക്ഷിതമായ രാജ്യത്ത് എത്തിപ്പെടുന്നതുവരെ. നഗരത്തിനുള്ളിലെ ഈ സുരക്ഷിത രാജധാനിയിൽ ഭൂമിയുടെ അധിപനായ സ്വർഗങ്ങളുടെ ജേതാവായ നരകൻ ഇരുന്നിരുന്നു. ശ്യാം അവനെ ഒരു ദ്വന്ദ്വയുദ്ധത്തിനായി വെല്ലുവിളിച്ചു. മാരകങ്ങളായ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ആനകൾ വലിക്കുന്ന വളരെ വലിയ ഒരു രഥത്തിൽ നരകൻ ദൃഷ്ടിഗോചരനായി. യുദ്ധം അതിഗംഭീരമായിരുന്നു. ശ്യാം ആകാശത്തു നിന്ന് അമ്പുകൾ തൊടുത്തുവിട്ടു. നരകൻ ഭൂമിയിൽ നിന്ന് ഇരുമ്പുലയ്ക്കകൾ വീശിയെറിഞ്ഞു. ക്ഷേപണായുധം ക്ഷേപണായുധത്തെ ഇടിച്ചു. ആയുധം ആയുധവുമായി കൂട്ടിമുട്ടി. സംഘട്ടനം മൂലം ആകാശത്തിന് തീ പിടിച്ചു. ചക്രവാളത്തിൽ നിന്ന് ദേവകൾ നോക്കി നിന്നു. നരകനെ പരാജയപ്പെടുത്തുവാൻ പോകുന്ന ശ്യാം യഥാർത്ഥത്തിൽ വിഷ്ണു തന്നെ ആയിരിക്കുമോ എന്ന് അമ്പരന്നുകൊണ്ട് ഇന്ദ്രൻ ഉത്കണ്ഠാകുലനായി തന്നെ തുടർന്നു. അവസാനം നിരാശ കീഴടക്കുവാൻ തുടങ്ങി. ശ്യാം എന്തു തന്നെ ചെയ്തിട്ടും നരകൻ അപരാജിതനായി തന്നെ തുടർന്നു. പിന്നെ പെട്ടെന്ന് തികച്ചും യാദൃശ്ചികമായി ശ്യാമിനെ ലക്ഷ്യം വെച്ച് വന്ന നരകൻ്റെ കുന്തങ്ങളിലൊന്ന് ശ്യാമിനു പകരം സത്യഭാമയുടെ മേലടിച്ചു. മുറിവേറ്റ സത്യഭാമ അതേ ആയുധം തിരിച്ചെടുത്ത് അത് നരകൻ്റെ നേർക്ക് വീശിയെറിഞ്ഞു. അത് അസുരരാജാവിൻ്റെ ഹൃദയം തുളച്ചു കയറി. അയാൾ മരിച്ചു വീണു. നരകൻ തൻ്റെ മാതാവിൻ്റെ കൈകളാൽ വധിക്കപ്പെടുവാനായിരുന്നു വിധി നിശ്ചയമെന്ന് പിന്നീട് വെളിപ്പെടുത്തപ്പെട്ടു. ഭൂമിയുടെ ദൈവമായ ഭൂമിദേവിയുടെ പുത്രനായിരുന്ന നരകൻ വരാഹൻ എന്ന കാട്ടുപന്നിയുടെ രൂപം പൂണ്ട് സമുദ്രത്തിൻ്റെ അഗാധതയിൽ നിന്ന് വിഷ്ണു അവളെ ഉയർത്തിയെടുത്തപ്പോൾ ഗർഭം ധരിക്കപ്പെട്ടവൻ. അതുകൊണ്ട് അവനെ ഭൗമൻ എന്ന് വിളിച്ചു വന്നു. ഇത് വിഷ്ണുവിൻ്റെ രൂപമായ ശ്യാം അവൻ്റെ പിതാവാകുന്നതിനും ഭൂമിദേവിയുടെ രൂപമായ സത്യഭാമ അവൻ്റെ മാതാവാകുന്നതിനും ഇടയാക്കി. നരകൻ വിഷ്ണുവിൻ്റെ പുത്രനാണെന്ന ആശയം ആദ്യം കണ്ടിട്ടുള്ളത് ഹരിവംശത്തിലാണ്. പിന്നീട് വിഷ്ണു ഭാഗവത പുരാണങ്ങളിൽ അത് വിപുലീകരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പുത്രൻ അപൂർണനാകുക എന്നത് കൃഷ്ണപുരാവൃത്തങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു പ്രമേയമാണ്. വരാഹൻ്റെ പുത്രനായ നരകനെ കൂടാതെ കൃഷ്ണന് ജാമ്പവതിയിൽ ജനിച്ച പുത്രനായ സാമ്പൻ്റെ അപൂർണതയെക്കുറിച്ചും പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സത്യഭാമ നരകനെ വധിക്കുന്ന കഥ ആന്ധ്രാപ്രദേശത്ത് പ്രചുര പ്രചാരം സിദ്ധിച്ച ഒന്നാണ്. ഡക്കാൻ പീഠഭൂമിയിലും ഇന്ത്യയുടെ തെക്കുഭാഗങ്ങളിലും ദീപാവലിയുടെ അഥവാ ദീപങ്ങളുടെ ആഘോഷത്തിൻ്റെ പ്രധാന ദിവസമായി നരക ചതുർദശി ആഘോഷിക്കപ്പെടുന്നുണ്ട്. രാമൻ തെക്കുനിന്ന് മടങ്ങി വരുന്നത് ആഘോഷിക്കുന്ന വടക്കേ ഇന്ത്യയിലെ രീതിയിൽ നിന്ന് ഇത് തികച്ചും വിപരീതമാണ്. പ്രഭാതത്തിൽ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെ എണ്ണയിൽ കുളിപ്പിച്ച് നരകൻ എന്ന പ്രതീകാത്മകമായി സങ്കല്പിക്കുന്ന ഒരു പഴം അവരെ കൊണ്ട് പാദത്തിൻ്റെ അടിയിൽ വെച്ച് ഞെരിപ്പിക്കുന്നു. ഗോവയിൽ ഈ ദിവസം നരകൻ്റെ കോലങ്ങൾ കത്തിക്കുന്നു. മഹാഭാരത യുദ്ധത്തിൽ ആനസവാരിക്കാരുടെ ഒരു പടയുമായി കൗരവപക്ഷത്ത് നിന്ന് പങ്കെടുക്കുന്ന ഭഗദത്തൻ നരകൻ്റെ പുത്രനാണ്. ദുര്യോധനൻ ഭഗദത്തൻ്റെ പുത്രിയായ ഭാനുമതിയെ വേൾക്കുന്നുണ്ട്. പ്രാഗ് ജ്യോതിഷം നരകൻ്റെ നഗരം ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബംഗാളിനും അപ്പുറം കിഴക്കോട്ട് വേദകാല രീതികൾ വ്യാപിച്ചിരുന്നത് എന്ന് ഇത് സൂചന നൽകുന്നു. കർണാടകത്തിൽ ചിലപ്പോൾ പാവകളെ ഉപയോഗിച്ച് യക്ഷഗാനം അവതരിപ്പിക്കാറുണ്ട്. അവതരണങ്ങളിൽ നരകാസുര വധൈ,
ബ്രാക്കറ്റിൽ രാക്ഷസനായ നരകനെ വധിക്കുന്നത് എന്നറിയപ്പെടുന്ന ഒന്നിൽ ഒരു അപ്രതീക്ഷിത തിരിവുണ്ട്. ദ്വാരകയെ ആക്രമിക്കുന്ന കുരങ്ങന്മാരുടെ സഹായം നരകൻ്റെ പത്നി തേടുന്നുണ്ട്. ഗരുഡൻ അവയെ തടഞ്ഞു നിർത്തുവാൻ ശ്രമിക്കുമ്പോൾ അവനെ അവർ കീഴ്പ്പെടുത്തുന്നുണ്ട്. പക്ഷേ കൃഷ്ണൻ, വിഷ്ണു, അതുകൊണ്ട് തന്നെ രാമനല്ലാതെ മറ്റാരുമല്ല എന്ന് കുരങ്ങന്മാർ മനസ്സിലാക്കുമ്പോൾ അവർ തങ്ങളുടെ പെരുമാറ്റ ദൂഷ്യത്തിന് ക്ഷമ ചോദിക്കുന്നുമുണ്ട്. പാരിജാതത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു. അടുത്ത ഭാഗം. ദൈവങ്ങൾ നരകൻ്റെ മേൽ ശ്യാം നേടിയ വിജയം ആഘോഷിക്കുന്നു. ഇന്ദ്രൻ തൻ്റെ ഭർത്താവിനോട് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ തൻ്റെ പരിശ്രമങ്ങൾക്കുള്ള അഭിനന്ദന സൂചകമായി തനിക്ക് ഒന്നും തന്നെ തന്നില്ല എന്ന് സത്യഭാമ ശ്രദ്ധിക്കുന്നു. അതല്ല ഗൃഹസ്ഥർ ശരിക്കും ചെയ്യേണ്ടത് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. തങ്ങളുടെ സമ്പത്ത് ലോകവുമായി പങ്കുവയ്ക്കണം. ഉദാരതയിൽ നിന്ന് അല്ലെങ്കിൽ കൂടി ചുരുങ്ങിയ പക്ഷം പരസ്പരം തിരികെ നൽകുന്നതിന് വേണ്ടിയെങ്കിലും. എന്തുകൊണ്ടാണ് ഇന്ദ്രനും ദേവകളും നിരന്തരം അസുരന്മാരുമായി യുദ്ധത്തിലേർപ്പെടുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവർക്ക് എല്ലാമുണ്ട്, പക്ഷേ അവൻ തങ്ങളുടെ സമ്പത്തിൽ അല്പം പോലും പങ്കുവെക്കുന്നില്ല. ഇന്ദ്രനെ തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഉപേക്ഷിക്കുവാൻ നിർബന്ധിതനാക്കണമെന്ന് അവൾ തീരുമാനിച്ചു. അയാളുടെ സമ്പത്തിനോടുള്ള അമിതാസക്തി ലോകത്തിൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതിന് അവൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അയാൾ ദൈവങ്ങളോട് രാജാവാണെങ്കിൽ കൂടി ആരാധിക്കുവാൻ യോഗ്യനല്ലാതായത്. സത്യഭാമ പറഞ്ഞു, അങ്ങ് ഇന്ദ്രനെ സഹായിച്ചു. പകരം അയാളുടെ പ്രിയപ്പെട്ട നന്ദകം എന്ന പൂന്തോട്ടത്തിൽ വളരുന്ന പാരിജാത വൃക്ഷം അങ്ങയ്ക്ക് സമ്മാനമായി തരുവാൻ ആവശ്യപ്പെട്ടുകൂടി. എല്ലാ ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്തുന്ന ആ വൃക്ഷം പാലാഴി കടഞ്ഞപ്പോൾ ആവിർഭവിച്ചതല്ലേ. നമുക്കത് നമ്മുടെ ഒപ്പം ദ്വാരാവതിയിലേക്ക് കൊണ്ടുപോകണം. എന്നിരുന്നാലും പാരിജാതം വിട്ടുകൊടുക്കുവാൻ ഇന്ദ്രൻ തയ്യാറായിരുന്നില്ല. ഇന്ദ്രൻ്റെ ഈ നന്ദികേട് തികച്ചും മര്യാദാരഹിതമാണെന്ന് ശ്യാം തിരിച്ചറിഞ്ഞു. ശ്യാം ഇല്ലായിരുന്നുവെങ്കിൽ അയാൾക്ക് ഉണ്ടായിരുന്നതെല്ലാം തന്നെ നരകൻ്റെ അധീനതയിലാകുമായിരുന്നു. എന്നിട്ടും അയാൾക്ക് ഇപ്പോൾ തനിക്ക് ചുറ്റുമുള്ള എല്ലാറ്റിനോടും അത്യാസക്തി വളർന്നിരിക്കുന്നു, ഒരു ചെടിയോട് പോലും. അതുകൊണ്ട് ശ്യാം പാരിജാത വൃക്ഷം വേരോടെ അങ്ങ് പിഴുതെടുത്തു. അത് സത്യഭാമയുടെ പൂന്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കണമെന്ന് തീരുമാനമെടുത്ത് ഗരുഡൻ്റെ പുറത്തേറി ഭൂമിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. പാരിജാതം തിരികെ കിട്ടാനായി ഇന്ദ്രൻ തൻ്റെ ആനപ്പുറത്തേറി ശ്യാമിനെ പിന്തുടർന്നു. തുടർന്ന് യുദ്ധം നടന്നു. അതിൽ ശ്യാം നിസ്സാരമായി ഇന്ദ്രനെ പരാജയപ്പെടുത്തി. പാരിജാതം അതോടെ ദേവകളുടെ ഒരു സമ്മാനം മാത്രമല്ല, ശ്യാമിന് ഇന്ദ്രൻ്റെ മേലുള്ള വിജയത്തിൻ്റെ അടയാളം കൂടിയായി മാറി. ദേവകളുടെ രാജാവായ ഇന്ദ്രൻ കൃഷ്ണൻ്റെ സഹായം ആഗ്രഹിച്ചു. പക്ഷേ കൃഷ്ണൻ്റെ പത്നിയുടെ ആഗ്രഹം സബലീകരിക്കുന്നതിനായി തൻ്റെ ഉടമസ്ഥതയിലുള്ള സ്വത്തുവകകൾ ഒന്നും തന്നെ ഉപേക്ഷിക്കുവാൻ ഇന്ദ്രൻ ആഗ്രഹിച്ചില്ല. അതയാൾക്ക് വസ്തുക്കളോടുള്ള ആസക്തി വെളിവാക്കുന്നു. അതുകൊണ്ടാണ് പൗരാണിക കാലങ്ങളിൽ വേദദൈവത്തിന് ഒരു ഉയർന്ന പദവി ഇല്ലാതിരുന്നത്. അയാൾ അതിതൃഷ്ണയുടെ അടയാളമാണ്. സുദാമാവും ഇന്ദ്രനും കഠിനമായ വൈരുദ്ധ്യങ്ങളാണ്. സുദാമാവ് യാതൊന്നും ഇല്ലാതിരുന്നിട്ടുകൂടി കൃഷ്ണന് സമ്മാനം നൽകുന്നു. പകരം തനിക്കായിട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിൽ നിന്ന് ലജ്ജയോടെ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. ഇന്ദ്രനാകട്ടെ എല്ലാം ഉണ്ടായിട്ടും കൃഷ്ണന് അയാൾക്ക് വളരെയധികം നൽകിയിട്ട് പോലും യാതൊന്നും തിരികെ നൽകുന്നില്ല. വീഥി നാടകം അഥവാ തെരുവു നാടകങ്ങൾ ആന്ധ്രാപ്രദേശത്ത് 16-ാം നൂറ്റാണ്ട് മുതൽ വളരെയധികം പ്രചാരം കൈവരിക്കുവാൻ തുടങ്ങിയതാണ്. ഉത്സവവേളകളിൽ
ക്ഷേത്രങ്ങളുടെ അകത്തുനിന്ന് പുറപ്പെടുമ്പോൾ അവർ ചലിക്കുന്ന ഉത്സവമൂർത്തിയുടെ ഒപ്പം അകമ്പടി സേവിച്ചു. ഭഗവാന്റെ കഥകൾ സാധാരണ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് അത് പിൽക്കാലത്ത് വീഥി ഭാഗവതം എന്നറിയപ്പെടുവാൻ തുടങ്ങിയത്. ചില കഥകളിലും കൃഷ്ണനും അയാളുടെ പത്നിമാരും ഉൾപ്പെടുകയും ചെയ്യുന്നു. പാരിജാതത്തിൻ്റെ പുഷ്പങ്ങൾ. അടുത്ത ഭാഗം. ദയവായി പാരിജാതം രുക്മിണിയുമായി കൂടി പങ്കുവെക്കണം, കൃഷ്ണൻ ആവശ്യപ്പെട്ടു. സത്യഭാമ സമ്മതിച്ചു. പക്ഷേ മനസ്സില്ല മനസ്സോടെയായിരുന്നു അത്. തൻ്റെ ഭർത്താവിനെയോ അയാളുടെ സമ്മാനങ്ങളെയോ കൃഷ്ണൻ്റെ മുതിർന്ന പത്നിമാരിൽ ആരുമായിട്ടും, പ്രത്യേകിച്ച് രുക്മിണിയുമായിട്ട് പങ്കുവെക്കുന്നതിന് അവൾക്ക് അമർഷം തോന്നിയിരുന്നു. രണ്ടു സ്ത്രീകളും പരസ്പരം വിപരീതമായിരുന്നു. സത്യഭാമയെ വിവാഹത്തിലൂടെ കൈപിടിച്ചു കൊടുത്തപ്പോൾ രുക്മിണി ശ്യാമിനോട് തൻ്റെ അടുത്തേക്ക് വരുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. സത്യഭാമ ശ്യാമിന് അവൾക്കൊപ്പം സമ്പത്തും പദവിയും കൂടി കൊണ്ടുവന്നപ്പോൾ രുക്മിണി യാതൊരു സ്ത്രീധനവും ഇല്ലാതെയാണ് വന്നത്. സത്യഭാമ അഹങ്കാരിയും അധികാരപൂർവം ആവശ്യപ്പെടുന്നവളുമായിരുന്നപ്പോൾ രുക്മിണി അടക്കവും ഒതുക്കവുമുള്ള ആജ്ഞാനുവർത്തി ആയിരുന്നു. സത്യഭാമ പാരിജാതം രുക്മിണിയുടെ ഉദ്യാനത്തിൽ നട്ടു. ആ ദൈവീക ചെടിയുടെ ചില്ലകൾ തൻ്റെ സ്വന്തം പൂങ്കാവനത്തിലേക്ക് തൂങ്ങിക്കിടക്കുന്ന തരത്തിൽ. അങ്ങനെ ശ്യാമിൻ്റെ അഭ്യർത്ഥന മാനിച്ച് സത്യഭാമ തൻ്റെ സപത്നിക്ക് പാരിജാതം പങ്കുവച്ചു. പക്ഷേ അത് നിലനിർത്തുന്നതിനു വേണ്ടി രുക്മിണി പണി ചെയ്യേണ്ടി വരുമ്പോൾ ദൈവീക ചെടിയുടെ ഭംഗി തനിക്ക് ആസ്വദിക്കുവാൻ കഴിയുന്ന രീതിയിലായിരുന്നു എന്ന് മാത്രം. സത്യഭാമയുടെ ഈ വികൃതിത്തരം ശ്യാം ഊഹിച്ചു. അവളെ ഒരു പാഠം പഠിപ്പിക്കുവാനായി അയാൾ ഒരു പ്രഖ്യാപനം നടത്തി. ഞാൻ രുക്മിണിയുടെ ഒപ്പം ഇരിക്കുന്ന വേളകളിൽ മാത്രമേ പാരിജാതം പൂവിടുകയുള്ളൂ. പാരിജാതം ഓരോ പ്രാവശ്യവും പൂത്തുലയുന്നത് സത്യഭാമ കാണുമ്പോഴും ഞാൻ അവളുടെ സപത്നിയുടെ ഒപ്പമാണെന്ന് അവൾ അറിയും. ആ നിമിഷം മുതൽ പാരിജാതത്തിൻ്റെ സൗന്ദര്യം സത്യഭാമയെ സന്തോഷിപ്പിക്കുന്നത് നിർത്തി. അതവളെ അസൂയാലുവാക്കി മാറ്റുകയാണ് ചെയ്തത്. 16-ാം നൂറ്റാണ്ടിൽ ശങ്കരദേവൻ ഏകനാമ ശരണം ധർമ്മം അഥവാ ഒരു പേരിൽ മാത്രമുള്ള അഭയസ്ഥാനം എന്ന സിദ്ധാന്തത്തിൻ്റെ രൂപത്തിൽ കൃഷ്ണാരാധന ആസാമിലേക്ക് കൊണ്ടുവന്നു. അതിലൊരു പ്രാർത്ഥനാശാല ബ്രാക്കറ്റിൽ നാമഗൃഹം നിർമ്മാണവും നാടകങ്ങൾ ബ്രാക്കറ്റിൽ ചിഹ്നയാത്ര വേദിയിൽ അവതരിപ്പിക്കലും ഉൾപ്പെട്ടിരുന്നു. അത് ഏകാന്ത ജീവിതം നയിക്കുന്നവരുടെ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നതിന് ഇട നൽകി. ശങ്കരദേവൻ വിഗ്രഹാരാധനയിൽ വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൃഷ്ണാരാധനയിൽ ഗോപികമാർ ഉണ്ടായിരുന്നു, പക്ഷേ രാധ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ധാരാളം നാടകങ്ങൾ രചിച്ചു. അതേപോലെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ മാധവദേവനും. അദ്ദേഹം വിമോചനത്തിന് അപ്പുറം ഉപാസന ബ്രാക്കറ്റിൽ ഭക്തി വിലമതിച്ചു. സൗഹൃദത്തിൻ്റെ വികാരം ആഘോഷിച്ച മഹാരാഷ്ട്രക്കാരും സ്നേഹത്തിൻ്റെ വികാരം ആഘോഷിച്ച ബംഗാൾക്കാരുമായ തൻ്റെ സമകാലീനരെ പോലെയല്ലാതെ അദ്ദേഹം ദാസ്യവൃത്തിയുടെ വികാരം ശക്തമായി പ്രതിപാദിച്ചു. അദ്ദേഹത്തിൻ്റെ രചനകൾ, പാട്ടുകൾ, നാടകങ്ങൾ എല്ലാം തന്നെ സംസ്കൃത ഭാഷയുടെയും വ്രജാവലി എന്നറിയപ്പെടുന്ന ആദ്യകാല മൈഥിലി ഭാഷയുടെയും സങ്കരമായിരുന്നു. ശങ്കരദേവൻ്റെ പാരിജാത ഹരണയാത്ര എന്ന രചനയിൽ തൻ്റെ പ്രിയപ്പെട്ടവളായ സത്യഭാമയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പാരിജാതം കൊണ്ടുവരുന്നതിനായി കൃഷ്ണൻ ഇന്ദ്രനെ കീഴടക്കുന്നു. സത്യഭാമയും രുക്മിണിയും തമ്മിലുള്ള ശണ്ഠകളും കുടുംബസ്ഥരായ സ്ത്രീകളുടെ ഇടയിൽ കൃഷ്ണന് നേരിടേണ്ടി വരുന്ന തരം അവസ്ഥയും കഥ കൈകാര്യം ചെയ്യുന്നുണ്ട്. സത്യഭാമ പാരിജാത വൃക്ഷം അവകാശപ്പെടുന്നു, എന്നാൽ രുക്മിണിക്ക് പാരിജാത പൂക്കൾ ലഭിക്കുന്നു. രാമൻ ഒരു പത്നിയോട് വിശ്വസ്തത പുലർത്തുമ്പോൾ ബ്രാക്കറ്റിൽ ഏകപത്നി വ്രതം കൃഷ്ണന് തൻ്റെ 8 പത്നിമാരെയും ബ്രാക്കറ്റിൽ അഷ്ടഭാര്യ അവരുടെ ശണ്ഠകളെയും തൃപ്തികരമായി നേരിടേണ്ടതുണ്ട്.
വൃന്ദാവനത്തിലേതുപോലെ തന്നെ ദ്വാരാവതിയിലും അയാൾക്ക് തന്നെ ഒരു തരി പോലും പങ്കുവയ്ക്കുവാൻ തയ്യാറല്ലാതെ മുഴുവനായും സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. 16,100 കനിഷ്ഠ ഭാര്യമാർ. അടുത്ത ഭാഗം. പ്രപഞ്ചത്തിൻ്റെ ഓരോ മൂലയിൽ നിന്നും നരകൻ തട്ടിക്കൊണ്ടുവന്ന 16,100 സ്ത്രീകളെ ജലദേവതകൾ, രാജ്ഞിമാർ, രാജകുമാരിമാർ, ദേവിമാർ അയാൾ അടിമകളാക്കി വെച്ചിരുന്നു. ശ്യാം നരകനെ നിഗ്രഹിച്ച് സ്ത്രീകളെ മോചിപ്പിച്ചപ്പോൾ അവർ കരയുവാൻ തുടങ്ങി. ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുകയില്ല. നരകൻ ഞങ്ങളോട് മര്യാദാലംഘനം നടത്തി ഞങ്ങളുടെ സൽപ്പേര് നശിപ്പിച്ചു കളഞ്ഞു. അവരിൽ ഓരോരുത്തരെയും താൻ വിവാഹം ചെയ്തു കൊള്ളാമെന്നും അവരെ തൻ്റെ കനിഷ്ഠ ഭാര്യമാരാക്കിക്കൊള്ളാമെന്നും ശ്യാം സമ്മതിച്ചു. നിങ്ങൾ ദ്വാരാവതിയിൽ എൻ്റെ ഭാര്യമാരായി അഭിമാനത്തോടെയും അന്തസ്സോടെയും ജീവിക്കും, ശ്യാം പറഞ്ഞു. നാരദൻ സ്വർഗീയ യോഗി അത്ഭുതം കൂറി. ശ്യാമിന് എങ്ങനെയാണ് 16,100 കനിഷ്ഠ ഭാര്യമാരുടെയും 8 മുതിർന്ന ഭാര്യമാരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുക? അതുകൊണ്ട് അയാൾ ദ്വാരാവതിയിലേക്ക് ഒരു സന്ദർശനത്തിന് പദ്ധതിയിട്ടു. ദ്വാരാവതിയിൽ നാരദൻ 16,100 മനോഹരങ്ങളായ കൊട്ടാരങ്ങൾ കണ്ടു. ഓരോ കൊട്ടാരത്തിലും ഒരു രാജ്ഞിയെയും ഓരോ രാജ്ഞിക്കുമൊപ്പം അയാൾ ഒരു ശ്യാമിനെയും കണ്ടു. ചില രാജ്ഞിമാരുമൊത്ത് ശ്യാം പകിട കളിക്കുന്നു. മറ്റു ചിലരുടെയൊപ്പം അയാൾ ഊഞ്ഞാലാടുകയായിരുന്നു. ചില കൊട്ടാരങ്ങളിൽ അയാൾ ആഹാരം കഴിക്കുകയായിരുന്നു. മറ്റു ചിലതിൽ കുളിക്കുന്നു. ചില രാജ്ഞിമാരോട് കുട്ടികളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. മറ്റു ചിലരുമായി രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഒരേ സമയത്ത് വിവിധ സ്ഥലങ്ങളിൽ ഭാര്യമാരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ശ്യാമിനെ കണ്ടപ്പോൾ ശ്യാം സർവവ്യാപിയായ വിഷ്ണുവാണെന്ന് ആ കാഴ്ചകൾ നാരദനെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് മൂല്യങ്ങൾ മാറുന്നു. പുരാതന കാലങ്ങളിൽ ബഹുഭാര്യത്വം രാജാക്കന്മാരുടെ ഇടയിൽ സാധാരണമായിരുന്നപ്പോൾ കൃഷ്ണൻ്റെ അനേകം ഭാര്യമാരുടെ കഥ അയാളുടെ പൗരുഷവും ദൈവികത്വവും സാക്ഷ്യപ്പെടുത്തുന്നു. ബ്രഹ്മചര്യമോ ഏകപത്നീത്വമോ ഏകപതിത്വമോ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഈ ആധുനിക കാലത്ത് പരിമിതമായ വ്യക്തി ആത്മാവുകളുടെ ബ്രാക്കറ്റിൽ ജീവാത്മാവ്, അപരിമിതമായ പ്രപഞ്ചാത്മാവുമായിട്ടുള്ള ബ്രാക്കറ്റിൽ പരമ ആത്മാവ് ഒത്തുചേരലായി ആളുകൾ കൃഷ്ണൻ്റെ അനേകം വിവാഹങ്ങളെ കാണുവാൻ തുടങ്ങി. കാശിയിലും മധുരയിലും പലപ്പോഴും വിധവകളെ അവരുടെ കുടുംബത്തിൽ ഉപേക്ഷിക്കാറുണ്ട്. അതിനാൽ അവർ കൃഷ്ണാരാധനയിൽ അഭയം തേടുന്നു. ഭിക്ഷ തേടി ജീവിച്ചുകൊണ്ട് കൃഷ്ണൻ്റെ കീർത്തിക്കായി പാട്ടുകൾ പാടി അവർ ദിവസം ചെലവഴിക്കുന്നു. കനിഷ്ഠ ഭാര്യമാർ ഗോപികമാർ പുനർജനിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട്. പശുപാലകരുടെ ഗ്രാമത്തിൽ അവർക്ക് കൃഷ്ണനില്ലാതെ ജീവിക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് കൃഷ്ണൻ്റെ ഭാര്യമാരായിരിക്കണമെന്നുള്ള അവരുടെ ആഗ്രഹം അങ്ങനെ സബലീകരിക്കപ്പെടുന്നു. ആന്ധ്രാപ്രദേശത്തുള്ള തിരുപ്പതി, തമിഴ്നാട്ടിലുള്ള ശ്രീരംഗം തുടങ്ങിയ തെക്കേ ഇന്ത്യയിലുള്ള അനേകം വിഷ്ണു ക്ഷേത്രങ്ങളിൽ കൃഷ്ണൻ്റെ അനേകം ഭാര്യമാർ, കവി യോഗി ആയിരുന്ന ആണ്ടാൾ, ബീബി നാച്ചിയാർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മുസ്ലിം രാജകുമാരി എന്നിവർ ഉൾപ്പെടെയുള്ള ഉപാസകർ എന്നിവർക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ചെറിയ ശ്രീകോവിലുകളുണ്ട്. ബീബി നാച്ചിയാർ പലപ്പോഴും ചിത്രമായിട്ടാണുള്ളത്. പൗണ്ഡ്രകൻ എന്ന ആൾമാറാട്ടക്കാരൻ. അടുത്തത്. ശ്യാം ഒരു സാധാരണ യാദവനല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാരദൻ ലോകം മുഴുവൻ ചുറ്റി നടന്നു. അവൻ ഭൂമിയിലെ ദൈവമാണ്. പാതാളത്തിലേക്ക് യാത്ര ചെയ്ത് നരകനെ കീഴടക്കിയവൻ. സ്വർഗത്തിലേക്ക് സഞ്ചരിച്ച് ഇന്ദ്രനെ കീഴ്പ്പെടുത്തിയവൻ. അവൻ യമനെ പോലും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പുണ്ഡ്രരാജ്യത്തെ രാജാവായ പൗണ്ഡ്രകൻ ഇത് വിശ്വസിക്കുവാൻ സമ്മതിച്ചു. ശ്യാം വിഷ്ണുവിൻ്റെ അവതാരമൊന്നുമല്ല. അയാൾ നാരായണനല്ല, ഞാനാണ് നാരായണൻ.
ശ്യാം തൻ്റെ കൈവശമുള്ള ദിവ്യ ആയുധങ്ങളെല്ലാം അത് യഥാർത്ഥത്തിൽ അവകാശപ്പെട്ട തനിക്ക് കൈമാറണമെന്ന് അധികാരപൂർവം ആവശ്യപ്പെട്ടുകൊണ്ട് അയാൾ ദ്വാരാവതിയിലേക്ക് ഒരു ദൂതനെ അയച്ചു. ശ്യാം പുണ്ട്രയിലേക്ക് സഞ്ചരിച്ചു. മഞ്ഞ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് കഴുത്തിൽ കാട്ടുപൂക്കൾ കൊണ്ട് കൊരുത്ത മാലയണിഞ്ഞ് പൗണ്ഡ്രകനെ കണ്ടു. അയാളുടെ കിരീടത്തിൽ മയിൽപ്പീലി വരെ ചൂടിയിരുന്നു. എനിക്ക് എൻ്റെ സുദർശന ചക്രം, എൻ്റെ കൗമോദകി ഗദ, എൻ്റെ ശാരംഗം വില്ല്, എൻ്റെ നന്ദകം വാൾ എന്നിവ തിരിച്ചു തരിക, പൗണ്ഡ്രകൻ ആജ്ഞാപിച്ചു. ഇതാ, എല്ലാം എടുത്തുകൊള്ളുക, ശ്യാം ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ആയുധങ്ങൾ പൗണ്ഡ്രകൻ്റെ മേലേക്ക് എറിഞ്ഞു. അവയെല്ലാം കറങ്ങി കറങ്ങി വന്ന് രാജാവിൻ്റെ മേൽ പതിച്ചു. അയാളെ ഞെരിച്ച് കശക്കി മരണത്തിലേക്ക് തള്ളിവിട്ടു. വസ്ത്രങ്ങൾ കൊണ്ട് മാത്രം ദൈവമാകാൻ കഴിയില്ല എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും മനസ്സിലായി. ചില യുക്തിവാദികൾ വാദിക്കുന്നത് വസുദേവൻ എന്ന സ്ഥാനപ്പേര് ഒരു മഹാനായ മനുഷ്യനു വേണ്ടി നീക്കിവച്ചിരിക്കുന്നതാണെന്നും കൃഷ്ണൻ എന്ന പശുപാലകനും പൗണ്ഡ്രകൻ എന്ന രാജാവും തമ്മിൽ ഈ സ്ഥാനപ്പേരിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന മത്സരമാണ് ഈ കഥ വെളിവാക്കുന്നത് എന്നുമാണ്. പുണ്ട്ര സ്ഥിതി ചെയ്യുന്നത് പഴയകാല ബംഗാളിലാണ്. ഒരുപക്ഷെ കിഴക്കൻ ബംഗാളോ ബംഗ്ലാദേശോ ആവാം പരാമർശിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗമായ കാശിയിൽ നിന്നുള്ള രാക്ഷസി എന്ന ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. അത് കുറച്ച് ഭാഗമേ ഉള്ളൂ, അതുകൂടി ഇന്ന് തന്നെ കേൾപ്പിച്ചാലോ. കാശിയിൽ നിന്നുള്ള രാക്ഷസി. കാശി രാജാവായ സുദക്ഷിണൻ പൗണ്ഡ്രകൻ്റെ സുഹൃത്ത് തൻ്റെ സുഹൃത്തിൻ്റെ മരണത്തിനു പകരം ചോദിക്കുവാൻ തീരുമാനിച്ചു. അയാൾ ഒരു ഗൂഢമായ ചടങ്ങു നടത്തി ഒരു രാക്ഷസിയെ പ്രാർത്ഥിച്ചു വരുത്തി. അവൾക്ക് തലമുടിയുടെ സ്ഥാനത്ത് തീനാളങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കയ്യിൽ ഒരു ശൂലവും. പോകൂ, പോയി ദ്വാരാവതി നഗരം നശിപ്പിക്കൂ, സുദക്ഷിണൻ അവളോട് ആജ്ഞാപിച്ചു. അവളുടെ വഴിയിൽ കണ്ണിൽ പെട്ടതെല്ലാം ഭീതി വിതറിക്കൊണ്ട് രാക്ഷസി ദ്വാരാവതിയുടെ നേർക്ക് പാഞ്ഞടുത്തു. ശ്യാം തൻ്റെ ഭഗ്നിമാരുമൊത്ത് പകിട കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആളുകൾ നിലവിളിക്കുന്നത് അയാൾ കേട്ടത്. ഞങ്ങളെ രക്ഷിക്കൂ! ശ്യാം തലമുടിക്ക് പകരം തീജ്വാലകളുള്ള ഒരു ഭീകരജീവിയിൽ നിന്ന് രക്ഷിക്കൂ! ശ്യാം പുഞ്ചിരിച്ചു. ഒരു നിമിഷ നേരത്തേക്ക് പോലും കളി നിർത്താതെ അയാൾ തൻ്റെ ചക്രായുധം രാക്ഷസിയുടെ നേർക്ക് ചുഴറ്റിയെറിഞ്ഞു. ചക്രായുധം ഒരു അഗ്നിഗോളമായി മാറി. ഭയന്ന് വിറച്ച രാക്ഷസി വെട്ടിത്തിരിഞ്ഞ് കാശിയിലേക്ക് തിരികെ ഓടിപ്പോയി. അഗ്നിഗോളം അവളെ അനുഗമിച്ച് കാശി നഗരത്തിലെത്തി. രാക്ഷസി സുദക്ഷിണനോട് തന്നെ രക്ഷിക്കണമെന്ന് കേണപേക്ഷിച്ചു. പക്ഷെ രാജാവിന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്നതിനു മുൻപ് ശ്യാമിൻ്റെ ചക്രായുധം സർവവും നശിപ്പിച്ചു. രാക്ഷസി, സുദക്ഷിണൻ, പിന്നെ മുഴുവൻ നഗരവും. ഈ സംഭവത്തിനു ശേഷം 3 ലോകം മുഴുവനും ആരുടെ മനസ്സിലും ശ്യാം ഭൂമിയിൽ അവതരിച്ച ദൈവമാണ് എന്ന കാര്യത്തിൽ സംശയത്തിൻ്റെ ഒരു നിഴൽ പോലും അവശേഷിച്ചിരുന്നില്ല. വൃന്ദാവനത്തിലെ കൃഷ്ണനെ പോലെയല്ലാതെ ദ്വാരകയിലെ കൃഷ്ണൻ സുദർശന ചക്രം ഉപയോഗിക്കുന്നു, ഗരുഡൻ്റെ പുറത്തേറി സഞ്ചരിക്കുന്നു എന്നുള്ളത് അനേകം പണ്ഡിതരെ കൃഷ്ണൻ ഒരാളല്ല 2 കൃഷ്ണന്മാരുണ്ടെന്നും ഹരിവംശം പശുപാലകനായ കൃഷ്ണനെയും രാഷ്ട്രീയ മീമാംസകനായ കൃഷ്ണനെയും നിർബന്ധപൂർവം പരസ്പരം ലയിപ്പിക്കുന്നതിന് പരിശ്രമിക്കുന്നുവെന്നും അനുമാനിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. കിഴക്കുദിക്കിൽ ഭരിക്കുന്ന സുദക്ഷിണൻ ബ്രാക്കറ്റിൽ കാശി, ജരാസന്ധൻ ബ്രാക്കറ്റിൽ ബീഹാർ, നരകൻ ബ്രാക്കറ്റിൽ ആസാം, പൗണ്ഡ്രകൻ ബ്രാക്കറ്റിൽ ബംഗാൾ തുടങ്ങിയ ശിവാരാധകരായ രാജാക്കന്മാരുമായി കൃഷ്ണൻ പുലർത്തുന്ന ശത്രുത വൈഷ്ണവരും ശൈവരും തമ്മിൽ പുലർത്തിയിരുന്ന മത്സരം, അല്ലെങ്കിൽ ആ പ്രദേശത്തെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ അനുയായികളുടെയും താന്ത്രിക പ്രസ്ഥാനത്തിൻ്റെ അനുയായികളുടെയും ഇടയ്ക്കുണ്ടായിരുന്ന സംഘർഷങ്ങൾ
ഇവയിൽ ഏതെങ്കിലും ആയിരിക്കാം പരാമർശിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് കൃഷ്ണൻ്റെ രാക്ഷസന്മാരുടെ ഘാതകൻ, രാജാക്കന്മാരുടെ ജേതാവ് കഥകൾ തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് പരക്കുവാൻ തുടങ്ങി. കംബോഡിയയിലും ഇന്തോനേഷ്യയിലുമുള്ള കൃഷ്ണക്ഷേത്രങ്ങളിൽ യോദ്ധാവിൻ്റെ രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നതുപോലെ അവസാനം ബുദ്ധമത പ്രസ്ഥാനം അതിനെ സ്വന്തം നിഴലിലാക്കി. ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ അനുരാഗി എന്ന നിലയിലുള്ള കൃഷ്ണനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഭക്തി പാരമ്പര്യം പഴയ വീരോചിത നായക പാരമ്പര്യത്തിന് പൂർണ്ണമായും മങ്ങലേൽപ്പിച്ചു. കൃഷ്ണനെ ചക്രധരൻ, ഒരു ചക്രം അല്ലെങ്കിൽ വൃത്തത്തളിക ചുഴറ്റുന്നവൻ എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. അയാളുടെ സഹോദരൻ ബലരാമനെ ഹലാധരൻ, കലപ്പ കയ്യിലെടുത്തവൻ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലെ മണ്ണാർഗുഡിയിലും കേരളത്തിലെ ഗുരുവായൂരിലും പോലെ തെക്കുദിക്കിലുള്ള കൃഷ്ണക്ഷേത്രങ്ങളെ പലപ്പോഴും ദക്ഷിണ ദ്വാരക അഥവാ തെക്കുദിക്കിലെ ദ്വാരക എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ കൃഷ്ണനെ ഒരു കുട്ടിയായിട്ടോ പശുപാലകനായിട്ടോ ആരാധിക്കപ്പെടുന്നത് ആണ്. ദ്വാരകയിൽ അനേകം ഭാര്യമാരോടൊപ്പം ഗൃഹസ്ഥനായി മുതിർന്ന കൃഷ്ണൻ ജീവിച്ചിരുന്നുവെങ്കിലും. ഇതോടുകൂടി ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. പുസ്തകം 13 ബന്ധു സഹോദരർ എന്ന ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു.